സദസ്സിന് നമസ്കാരം. ഇങ്ങനെയൊരു ആത്മാവും ശരീരമുള്ള വ്യക്തി ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാനാകുമോ? ഗാന്ധിജിയെക്കുറിച്ച് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണിവ. 152 വർഷങ്ങൾക്ക് മുൻപ് 1869 ഗുജറാത്തിലെ പോർബന്തറിൽ അദ്ദേഹം ജനിച്ചു. ഗാന്ധിജി ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തിലെ സമാധാനം ആഗ്രഹിച്ചിരുന്ന ഓരോ വ്യക്തിയുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു. അഹിംസയും സത്യവും അദ്ദേഹം മുറുകെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യക്കാർക്കെല്ലാം പുത്തൻ ഉണർവ് നൽകി. ഞാൻ നിങ്ങളെ ആക്രമണം പഠിപ്പിക്കുകയില്ല, എന്തെന്നാൽ അതിൽ ഞാൻ വിശ്വസിക്കുകയില്ല. ഓരോ വ്യക്തിയുടെയും മുൻപിൽ തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഗാന്ധിജിയുടെ വരികളാണിവ. അരി വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധിജി, കൂറ്റൻ കാറിലേറി പോകുന്നു ഗോഡ്സെ. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് NV കൃഷ്ണവാര്യരുടെ ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതകളിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. അക്രമികളെ പൂവിട്ടാരാധിക്കുകയും നിരപരാധികളെ കൊന്നുമുടുന്ന ഈ കാലഘട്ടത്തെയാണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അദ്ദേഹം അഹിംസ എന്ന സത്യത്തെ മുറുകെ പിടിച്ചു. അഹിംസയും സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരായുധം. സമരവേളകളിൽ അദ്ദേഹം അഹിംസയുടെ ചിറകുകളെയാണ് കൂട്ടുപിടിച്ചത്. അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, മതസൗഹൃദമുള്ള ഇന്ത്യയാണ് എൻ്റെ സ്വപ്നമെന്ന് വിളിച്ചറിയിച്ച ഗാന്ധിജിയെ നമുക്ക് ഓർക്കാം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.